ലോകമെങ്ങും ഫുട്ബോൾ ലോകകപ്പ് മത്സരങ്ങളുടെ ആരവം ഉയരുമ്പോഴും പോർച്ചുഗലിൽ പുതിയ കളിക്കാരെ കണ്ടെത്താനുള്ള തിരക്കിലാണ് മലയാളി പരിശീലകൻ സുബിൻ പാവൂർ. പോർച്ചുഗൽ എസ്കോള ഡി ഫുട്ബോൾ അക്കാദമിയുടെ പരിശീലകനാണ് കണ്ണൂർ സ്വദേശിയായ സുബിൻ. ലാണ് സുബിൻ പാവൂർ പോർച്ചുഗലിൽ എത്തിയത്. സ്കൂൾ വിഭാഗത്തിൽ സംസ്ഥാനതലം വരെ കണ്ണൂർ ജില്ലയെ പ്രതിനിധീകരിച്ച സുബിൻ പരിക്കിനെ തുടർന്നാണ് പരിശീലനത്തിലേക്ക് തിരിഞ്ഞത്. ബംഗളൂരുവിലെ ബൈച്ചോങ്കുട്ടിയ അക്കാദമിയിലെ പരിശീലകനായിരുന്നു ആദ്യം. പിന്നീട് മികവ് കണക്കിലെടുത്ത് നാട്ടുകാരുടെ സഹായം കൂടി ലഭിച്ചതോടെ പോർച്ചുഗലിൽ എത്തി. എസ്കോള ഡി ഫുട്ബോൾ അക്കാദമിയിലെ പരിശീലകനാണ് ഇപ്പോൾ സുബിൻ. ഇഷ്ടവും പാഷനും ഫുട്ബോളിനോട് തോന്നാൻ കാരണം വീട്ടിൽ നിന്ന് തന്നെയായിരുന്നു. അച്ഛൻ ഒരു പ്രാദേശികമായി ഫുട്ബോൾ കോച്ചിങ് നടത്തി വരുന്നു ഇപ്പോഴും കുട്ടികളെ കൊണ്ട്. അതുപോലെ തന്നെ നാട്ടിലെ തന്നെ കോച്ചുമാരായ അനിയേട്ടൻ, സദാട്ടൻ, അതുപോലെ നമുക്ക് കളി കണ്ട് വളർന്ന രാജേഷേട്ടൻ, അതുപോലെ ഒരുപാട് ആൾക്കാരുണ്ട്. പ്രണവേട്ടൻ, കുറേ ആൾക്കാരുടെ പേര് പറയേണ്ടി വരും. 2019 സന്തോഷേട്ടനാണ് പോർച്ചുഗലിലേക്ക് എത്തിച്ചത് നമ്മളെ. 2020 സൗത്ത് പോർച്ചുഗലിൽ നടന്ന ഒരു കോച്ചസ് വർക്ക്ഷോപ്പിൽ പങ്കെടുക്കുകയും അവിടുന്ന് ഒരു വിക്ടർ സാന്താബാബ എന്ന് പറഞ്ഞൊരു കോച്ച് പരിചയപ്പെടുകയും അദ്ദേഹമാണ് ഇപ്പോഴുള്ള അക്കാദമിയിലേക്ക് റെക്കമെൻഡ് ചെയ്യുന്നത്. അങ്ങനെ 2021 സീസൺ മുതൽ ഇപ്പോഴുള്ള എസ്കോള ഡി ഫുട്ബോൾ മോണ്ടെഗോർദ എന്ന് പറഞ്ഞുള്ള സൗത്ത് പോർച്ചുഗലിലെ അൽഗാർവിൽ സ്ഥിതി ചെയ്യുന്ന അക്കാദമിയിലുണ്ട്. ആദ്യം അസിസ്റ്റന്റ് കോച്ചായിരുന്നു തുടക്കം. പിന്നീട് ഇപ്പോൾ അവസാന സീസണിൽ അണ്ടർ 6, അണ്ടർ 7 കാറ്റഗറിയിലെ ഹെഡ് കോച്ചായി പ്രവർത്തിക്കുന്നു. അണ്ടർ 6, അണ്ടർ 7 വിഭാഗത്തിലെ കുട്ടികളെയാണ് സുബിൻ പരിശീലിപ്പിക്കുന്നത്. എല്ലാവരും പോർച്ചുഗൽക്കാർ. കുട്ടികൾ ഡിവിഷൻ തലത്തിൽ മികവ് പുലർത്തുന്നു. പോർച്ചുഗൽ ഫുട്ബോൾ ഫെഡറേഷന്റെ അംഗീകാരമുള്ള മത്സരങ്ങളിൽ മികച്ച പ്രകടനമാണ് കുട്ടികൾ കാഴ്ചവെക്കുന്നത്. ദേശീയ ടീമിൽ സ്ഥാനം പിടിച്ച പല കളിക്കാരും ഇത്തരം അക്കാദമികളിൽ നിന്നുമാണ് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.